ഹലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ രാജ്മ മസാലയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് വളരെ റെയറായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഈ രാജ്മ പയർ നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഒരു 8 hours നമുക്ക് മിനിമം സോക്ക് ചെയ്യാൻ വെക്കണം. നമ്മളത് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ നല്ലോണം കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതേ വെള്ളത്തിൽ തന്നെ ഒരു 2 to 3 8 hours നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ 2 to 3 വിസിൽസ് മതിയാവും. ഇനി അത് തുറന്ന് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മളൊരു 3 to 4 വിസിൽസ് വരുത്തിക്കാവുന്നതാണ്. അപ്പം നമ്മളിത് മൂടി വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ബേ ലീഫും പിന്നെ ഒരു 2 ക്ലോവ്സും പിന്നെ ഒരു 1.5 inch സിനമൺ സ്റ്റിക്കും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊരു നല്ലൊരു സ്മെല്ല് വരാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതവിടെ വേവുന്ന ടൈമിന് നമുക്ക് ഇനിയൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വെളിച്ചെണ്ണയിലൊന്നും ഇത് ചെയ്യാണ്ടിരിക്കുക. കാരണം അതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുമല്ലോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ. അപ്പം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ജീരകം പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് തന്നെ ചെറിയൊരു ബേ ലീഫിൻ്റെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-2.5 സവാള, മീഡിയം സൈസിലുള്ള 2-2.5 സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റാം. ഇപ്പം എനിക്കിവിടെ പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ജീരകം കുറച്ച് കൂടുതൽ മൂത്തുപോയി. അപ്പം അതിൻ്റെ സ്മെല്ല് അതിലോട്ട് നല്ലോണം വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ സവാള നല്ലോണം വഴറ്റിയെടുക്കാം. ഒരു ട്രാൻസ്ലൂസൻറ്റ് കളറാകുന്നത് വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഓയിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സ്റ്റേജിലാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കേണ്ടത്. അപ്പം ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി. ഇത് റൈസിൻ്റെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പം ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു 1-1.5 ടീസ്പൂൺസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ജിഞ്ചറും ഗാർലിക്കും ഒന്നിച്ച് അരച്ച് പേസ്റ്റ് ചെയ്ത് വെക്കുന്ന സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ അത് മതിയാവും. ഇപ്പോൾ ജിഞ്ചർ എത്രയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഗാർലിക്കും എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. യൂഷ്വലി എല്ലാവരും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ജിഞ്ചറിൻ്റെ അളവ് കുറച്ചിട്ട് ഗാർലിക്കിൻ്റെ കൂട്ടിയിട്ടാണ് എടുക്കാറ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. കാരണം ഇതിന് നല്ല ടേസ്റ്റാണ്. ഇപ്പം നോൺ വെജൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം വെജ് ആണെങ്കിലും നമുക്ക് ഒരു നോൺ വെജിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിങ് വരും അതിലേക്ക്. അപ്പം ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ച മണം മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1-2 ചെറിയ സ്പൂൺ, അതായത് ടീസ്പൂണ് നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം പിന്നെയും വഴറ്റിക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ കുറച്ച് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ സവോളയൊക്കെ സൈഡ്സിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മിഡിലിൽ നമ്മൾ വരുന്ന ഈ ഗീ ആൻഡ് ഓയിൽ മിക്സ്ചറിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പം ഒരു 3-3.5 സ്പൂൺസ് എടുക്കുന്നുണ്ട്. ടീസ്പൂൺസാണ് എല്ലാം. പിന്നെ ഒരു 1-1.5 അത്രയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നും ഓയിൽ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. അപ്പം ഇത് ഓയിൽ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ നീക്കി വെച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചെറിയൊരു 2 ടൊമാറ്റോ ആണ്. നമുക്ക് പുളിയുടെ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ നല്ലോണം പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ചെറിയ 2 ടൊമാറ്റോ എടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാല മാജിക് എന്ന് പറഞ്ഞിട്ട് മാഗിയുടെ ഒരു പാക്കറ്റ് വരുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഇത് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് വെജ് ഗ്രേവീസിന് പ്രത്യേകിച്ചും. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനിത് എടുത്തു. ജസ്റ്റ് ഒരു 1-1.5 ടീസ്പൂൺസ് ഇത് ഉണ്ടാവുള്ളൂ. അപ്പം ഇതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഇത് മസാലയൊക്കെ അടി പിടിച്ചു പോവും. അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും.
അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ നമ്മളിങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രാജ്മയിലുള്ള വെള്ളം തന്നെ നമുക്ക് മതിയാവും. അപ്പം നമ്മുടെ വേവിക്കാൻ വെച്ച രാജ്മ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വൻപയറൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വെന്ത് വരേണ്ടത്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറി ഇച്ചിരി ഒരു കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സൈഡിൽ നിന്ന് രാജ്മ ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടല്ല, ഒരു സൈഡിലെ രാജ്മ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്താൽ